പൂവൻതുരുത്ത് NSS കരയോഗം നേതൃത്വത്തിൽ കരയോഗം ഹാളിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് B. ഗോപകുമാർ നിർവഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. NSS സമുദായ അംഗങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുള്ള ഐക്യം നിലനിർത്താൻ എല്ലാവരും ശ്രമിക്കണം. സമുദായ ആചാര്യൻ്റെ വാക്കുകൾ അതേപടി പിൻപറ്റുന്ന നായർ സമുദായം പിന്നിട്ട വഴികളെ വിസ്മരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട മഞ്ജു രാജേഷിനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് വനിതാ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഗീതാ നായർ സമ്മാനദാനം നടത്തി. കരയോഗം സെക്രട്ടറി ഡോക്ടർ TN പരമേശ്വരക്കുറുപ്പ് അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി AN രാധാകൃഷ്ണൻ നായർ, യൂണിയൻ കമ്മിറ്റി അംഗം R. ജയശ്രീ, കരയോഗം സെക്രട്ടറി മുരളീധരൻ നായർ, ജോയിൻറ്റ് സെക്രട്ടറി PR. ഗിരീഷ് കുമാർ, വനിതാ സമാജം സെക്രട്ടറി ശാന്ത മുരളീധരൻ, ബാലസമാജം പ്രസിഡന്റ് ആയുഷ് കൃഷ്ണ തുടങ്ങിയവരും സംസാരിച്ചു. ഒരുപോലെ നിർവഹിച്ച് വിദേശത്തുള്ള പണിയെടുത്തതുകൊണ്ട് അവർ മടങ്ങി വരുന്നത് സാമാന്യം തെറ്റില്ലാത്ത രൂപത്തിലാണ് എന്നുള്ള സത്യം നമ്മൾ മറക്കുകയും ചെയ്യരുത്. അതിനർത്ഥം ഇവിടുത്തെ അന്തരീക്ഷം ഒന്ന് മാറി പുറത്തുപോയി അവർ മടങ്ങി വന്നപ്പോൾ അവർക്ക് ഈ സമൂഹത്തിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വളർന്നു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം മാത്രമേ അവശേഷിക്കൂ. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ അച്ഛനമ്മ നമ്മളെ നമ്മളാക്കി മാറ്റിയാണെങ്കിൽ ഒരിക്കലും അവരെ നടക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകരുത് എന്ന് അഭ്യർത്ഥനയാണ് നീക്കുന്നത്. കാരണം ആ ആളുകൾ ഒറ്റപ്പെട്ടതിനെ കാത്തിരിക്കുകയാണ്. മകൻ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി എല്ലാം താലോചിച്ച് വളർത്തി ആ മകൻ അവസാനത്തെ സന്ദർഭത്തിൽ നമ്മളെ സംരക്ഷിക്കാനുണ്ട് എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ആ കുടുംബത്തിനുണ്ടാകുന്ന ശക്തി നമുക്ക് വിവരിക്കാൻ കഴിയാത്ത രൂപത്തിലാണ്. അപ്പോൾ ഒരു പുതിയ സംസ്കാരം ഉയരുകയാണ്. ആ പുതിയ സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ തലയുയർത്തിരിക്കണം. അതോടൊപ്പം സാമ്പത്തികമായി ശക്തി നേടണം. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞതുപോലെ പരസ്പരം സഹായിക്കും, പരസ്പരം സ്നേഹമെന്നുള്ള വാക്ക് ഞാൻ പിൻവലിക്കുകയാണ്. പരസ്പരം വാത്സല്യം കാണിച്ചും ഈ സമൂഹത്തെ ഒന്നായി കൊണ്ടുപോകാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഇന്നത്തെ വെല്ലുവിളികളെ നേരിട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് ഞാൻ കണക്കാക്കുന്നു.